ഹായ് ഓൾ, നമുക്ക് ടാസ്ക് മന്ത്രയിൽ ഡൈനാമിക് ടാസ്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിൽ നമുക്ക് മൈ ഡാഷ്ബോർഡ് കാണാം. ഡാഷ്ബോർഡിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതിൽ കിസ്മാനിയ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം, അതായത് കിസ്സാണ്, അതിന് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ആ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് ഓരോ ആൻസർ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 ക്വസ്റ്റ്യൻസും സബ്മിറ്റ് ചെയ്ത് കറക്റ്റാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ടാസ്കിലോട്ട് കടക്കാൻ പറ്റൂ. കാരണം കിസ്മാനൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ടാസ്കിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിയുമ്പം നമുക്ക് നമ്മുടെ മൈ ടാസ്കിൽ കാണാൻ പറ്റും ഡൈനാമിക് ടാസ്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ 8 ഡിഫറെൻറ്റ് കാറ്റഗറീസാണ്. ഇതിപ്പം ഒരു ഫ്ലവറാണ് കാണിച്ചിരിക്കുന്നത്. ആ ഫ്ലവറിൻ്റെ 4 ഡിഫറെൻറ്റ് കാറ്റഗറി പിക്ചേഴ്സ് കാണാം. അതിൽ ഏത് ഫ്ലവറാണ് അതെന്നുള്ളത് താഴത്തെ കുറച്ച് സ്പെല്ലിങ് അവിടെ തന്നിട്ടുണ്ട്. താഴത്തെ ഇല്ലാത്ത സ്പെല്ലിങ് അവിടെ കറക്റ്റായിട്ട് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പോയിൻറ്റ്സ് കിട്ടും. അതല്ല, ഇപ്പം അടുത്ത പിക്ചർ വന്നിരിക്കുന്ന ആനിമലാണ്, ചിമ്പാൻസി. അതിൽ ഞാൻ സ്പെല്ലിങ് തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് 3 പോയിൻറ്റ്സ് കിട്ടും. ഇനി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഡൈനാമിക് ടാസ്ക് ചെയ്യുന്നത്.